നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയർ അസുഖബാധിതനായി വീട്ടിൽ ചികിത്സയിലാണ്, റെസ്റ്റിലാണ്. അദ്ദേഹം ട്രെയിനിങ്ങിൽ ഇപ്പോൾ പങ്കെടുക്കുന്നില്ല. ഇക്കാര്യം ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു, UAL റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നെയ്മർക്ക് COVID-19 പിടിപെട്ടിരിക്കുന്നു. അതാണ് ഇപ്പോൾ ഡയഗ്നോസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വാർത്ത ഇങ്ങനെയാണ്. പ്ലെയർ ഇപ്പം വ്യാഴാഴ്ച മുതൽ ഔട്ട് ഓഫ് ആക്ഷനാണ് എന്ന് പറഞ്ഞാൽ ട്രെയിനിങ്ങിലൊന്നും പങ്കെടുക്കുന്നില്ല. വീട്ടിൽ റെസ്റ്റിലാണ്. ട്രീറ്റ്മെൻറ്റ് ആസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദി ഡോക്ടർ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നെയ്മർ ഇല്ലാതെ ഇന്നലെ ഒരു ഫ്രണ്ട്ലി മത്സരം സാൻഡോസ് കളിച്ചിരുന്നു. അത് അവർ വിജയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും നെയ്മറുടെ കാര്യത്തിൽ ഇനി എന്ന് മടങ്ങിയെത്തും എന്നുള്ളതിന് കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. നെയ്മർ മറ്റൊരു ടെസ്റ്റിനും കൂടി വിധേയനാകും തിങ്കളാഴ്ച. അതായത് നാളെ അദ്ദേഹം വീണ്ടും ഒരു ടെസ്റ്റിന് വിധേയനാകും. റിസൾട്ടിൽ നെഗറ്റീവാണ് കാണിക്കുന്നതെങ്കിൽ മെഡിക്കൽ ആൻഡ് ടെക്നിക്കൽ സ്റ്റാഫ് അദ്ദേഹത്തിന് ഓൾ ക്ലിയർ എന്നുള്ള ഒരു ക്ലിയറൻസ് കൊടുക്കും, അതായത് അപ്രൂവൽ കൊടുക്കും. അത് കഴിഞ്ഞാൽ അദ്ദേഹം കളിക്കാനിറങ്ങും. അതുവരെ ഹി വിൽ റിമെയിൻ റെസ്റ്റഡ് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. എന്തായാലും നെയ്മർ ജൂനിയറുടെ പരിക്കിൽ നിന്ന് മുക്തനായി മടങ്ങി വരവ്, ഈ ഒരു കളിയില്ലാത്ത സമയം അദ്ദേഹം തൻ്റെ ഫിറ്റ്നസ് പൂർണ്ണമായും വീണ്ടെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുമെന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇത്തരത്തിലുള്ള അസുഖം ബാധിച്ച് ആ ഒരു പ്രോസസ്സിലേക്ക് അദ്ദേഹത്തിന് ഒരു ബ്രേക്ക് എടുത്ത് റെസ്റ്റ് എടുത്ത് വീട്ടിലിരിക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.